ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഹിന്ദി പാനി വെള്ളം എന്ന പാഠഭാഗത്തെ ആക്ടിവിറ്റീസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. പാനി, ത്രിലോക് സിംഗ് തക്വേറേല. പാനി സേ ഹർ ബൂന്ദ് ബനി ഹേ, പാനി കാ ഹി സാഗർ, നഭ് മേ ബാദൽ ദൗഡ് ലഗാത്തെ ബർ പാനി കി ഗാഗർ. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നേ? വെള്ളത്തെക്കുറിച്ചാണല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓരോ തുള്ളിയും ജലത്താൽ നിർമ്മിതമാണ്. അടുത്തത് പാനി കാഹി സാഗർ, സമുദ്രം ജലത്താൽ നിർമ്മിതമാണ് അല്ലേ. അടുത്തതോ നഭ് മേ ബാദൽ ദൗഡ് ലഗാത്തെ ബർപാനി കി ഗാഗർ. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ആകാശത്ത് വെള്ളം നിറച്ച് മേഘങ്ങൾ ഓടുന്നു എന്ന് വെച്ചാൽ എന്നാ? ആകാശത്തിൽ മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. അടുത്തത് പാനി സേ ഹി ബഹ്തെ ജർനെ നദിയാം നാലെ ബഹ്തെ, താൽ തലയ്യ ജിൽ സരോവർ പാനി സേ ബർ ദഹ്തെ. എന്താ പറഞ്ഞിരിക്കുന്നേ? വെള്ളച്ചാട്ടങ്ങളും നദികളും അരുവികളും വെള്ളത്തിൽ നിന്ന് മാത്രം ഒഴുകുന്നു. അടുത്തത് താൽ തലയ്യ ജിൽ സരോവർ പാനി സേ ബർ ദഹ്തെ. കുളങ്ങൾ, തടാകങ്ങൾ, നദികൾ എന്നിവ ജലത്താൽ നിറഞ്ഞിരിക്കുന്നു അല്ലേ. അടുത്തത് പാനി സേ ഹി ഫസ്നെ ഉക്തി, ഹർവൻ ഉബ്ബൻ ഫൽത്ത, പാനി സേ ഹി ഇസ് ബസൂദ പർ സബ്കാ ജീവൻ ചൽത്ത. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? വെള്ളം ഉള്ളത് കൊണ്ട് വിളകൾ വളരുന്നു അല്ലേ. കൃഷിയിൽ നല്ലോണം വിളകൾ ഉണ്ടാകുന്നു. പിന്നെ എല്ലാ കാടുകളും പൂന്തോട്ടവും വെള്ളം ഉള്ളത് കൊണ്ട് മാത്രം തഴച്ചു വളരുന്നു അല്ലേ. എല്ലാവരുടെയും ജീവിതം വെള്ളത്തെ ആശ്രയിച്ചാണ്. അടുത്തത് ആവോ ബചത് കരോ പാനി കി, പാനി ഉത്തം ധനം ഹേ, പാനി സേ ഹി യഹ് ജംഗ് സുന്ദർ, പാനി സേ ജീവൻ ഹേ. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ആവോ, വരൂ, നമുക്ക് ജലം സംരക്ഷിക്കാം. ജലമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ ലോകം വെള്ളത്താൽ മനോഹരമാണ്. അപ്പം നല്ലൊരു കവിതയായിരുന്നു അല്ലേ. നമ്മളെ ജലത്തെക്കുറിച്ച് ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് നല്ലോണം പറഞ്ഞിരുന്ന ഒരു കവിത. മക്കൾക്ക് ഈ കവിത ഇഷ്ടമായോ? നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ചിത്ര ദേഖോ, കവിത സേ സമാൻ ആശയ വാലി പങ്ക്തിയോം ചോടോ. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ചിത്രം നോക്കുക, കവിതയിൽ നിന്ന് സമാനമായ അർത്ഥമുള്ള വരികൾ എഴുതുക. അപ്പം ഏതായിരിക്കും? അപ്പം മക്കൾ നോക്കിയേ, ചിത്രം നോക്കിയേ, ഏത് വരിയായിരിക്കും അവിടെ വരുക? വെള്ളച്ചാട്ടം ഒഴുകുന്നു അല്ലേ. അപ്പം ഏതാ വരുക? പാനി സേ ഹി ബഹ്തെ ജർനെ നദിയാം നാലെ ബഹ്തെ, താൽ തലയ്യ ജിൽ സരോവർ പാനി സേ ഫർ ദഹ്തെ. അടുത്ത ചിത്രം നോക്കിയ മക്കളെ, അപ്പം ഏത് വരിയ വരുക? പാനി സേ ഹി ഫസ്നെ ഉക്തി, ഹർവൻ ഉബ്ബൻ ഫൽത്ത. അടുത്തത് പടേ ഓർ ബരെ. പാനി സേ ജർനെ ബഹ്തെ, താൽ തലയ്യ ബർ ജാത്തെ, ഗഗർ ബർ ജാത്തി. അപ്പം ഫസ്റ്റ് എന്താ വരുക? ജർനെ ബഹ്തെ, ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ അല്ലേ. അടുത്തതോ? അടുത്തെന്ത് വരുക? നാലെ ബഹ്തെ. അടുത്തത് താൽ തലയ്യ ബർ ജാത്തെ. അടുത്തത് ഗഗർ ബർ ജാത്തി. ഇനിയും ഉണ്ടല്ലേ രണ്ടെണ്ണം പൂരിപ്പിക്കാൻ. അവിടെ എന്താ വരുക? സരോവർ ബർ ജാത്തി. അടുത്തത് പാനി സേ ഹി ഫസ്നെ ഉക്തി. അടുത്തത് കവിതക്ക ആശയം ലിഖെ. കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ചെയ്തോക്കാം. यह कविता पानी के बारे में है. सभी जीवित चीजों को पानी की आवश्यकता होती है. जल दरियाओं और नदियां बहती है और जल का उपयोग कृषि के लिए भी किया जाता है. आइए पानी बचाइए, जल अमृत है, पानी से हमारी दुनिया खूबसूरत है. അടുത്തത് आवो बचत करो पानी की, पानी के महत्व पर പോസ്റ്റർ തയ്യാർ കരെ. നമുക്ക് ജലം സംരക്ഷിക്കാം, ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കുക. ചിത്ര ഖീച്ചെ സന്ദേശ് വാക്ലിക്കെ ആകർഷ് ബനായെ. ഒരു ചിത്രം വരയ്ക്കുക, ഒരു സന്ദേശം എഴുതുക, അത് ആകർഷകമാക്കുക. അപ്പം മക്കൾക്ക് ഇഷ്ടമുള്ള പോലെ കളറെല്ലാം കൊടുത്ത് നല്ല ചിത്രമെല്ലാം വരച്ച് പോസ്റ്റർ അടിപൊളിയാക്കുക കേട്ടോ. അപ്പോൾ പാനി എന്ന പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.